27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് രേവതി. പുഷാവാണ് നക്ഷത്രദേവത. പുഷാവ് എന്നാൽ സൂര്യനാണ്. പുരാണങ്ങളിലെ ബാലഭദ്രൻ്റെ പത്നിയുടെ പേരും രേവതി എന്നാണ്. ബുധദശയാണ് ആദ്യദശ. രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ കുലീനതയും ഭവ്യതയും ആഭിജാത്യവും സൗന്ദര്യവും നല്ല അന്തസ്സുള്ള പെരുമാറ്റവും ഈശ്വരവിശ്വാസികളുമായിരിക്കും. പൊതുവെ കുടുംബ ബന്ധങ്ങൾക്കും ജീവിത മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവരാണ് രേവതി നാളുകാർ. അതിനാൽ ഇവരുടെ സ്നേഹം അചഞ്ചലവും ദൃഢവുമായിരിക്കും. മാതാപിതാക്കളോട് ഇവർ എക്കാലത്തും വിധേയത്വമുള്ളവരുമായിരിക്കും. ആളും ആരവും ഇഷ്ടപ്പെടുന്നവർക്ക് ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരുമുണ്ടാകും. ജലക്രീഡയിൽ ഇവർ തൽപരരായിരിക്കും. ശത്രുക്കൾ പൊതുവെ കുറവായിരിക്കുമെങ്കിലും അഥവാ ഇനി ശത്രുക്കളുണ്ടായാൽ അത് ഉഗ്രതയുള്ളവരായിരിക്കും. അവരാകട്ടെ സ്നേഹം നടിച്ച് അടുത്തുകൂടി എല്ലാവിധ സഹായങ്ങളും കൈപ്പറ്റി കൂടെ നിന്ന് വഞ്ചിക്കുന്ന ബന്ധുക്കളോ ഉറ്റ സുഹൃത്തുക്കളോ ആയിരിക്കും. അത് തിരിച്ചറിയാൻ വൈകിയെന്നു മാത്രം. വലിപ്പച്ചെറുപ്പം കൂടാതെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന സ്വഭാവം പലപ്പോഴും ഇവരെ പല പ്രതിസന്ധികളിലും എത്തിക്കും. ജീവിതത്തിൽ പൊതുവെ സർവ്വവിധ സൗകര്യങ്ങളും അനുഭവിക്കുന്നവരായിരിക്കും ഭൂരിപക്ഷം രേവതി നക്ഷത്രക്കാരും. വിദ്യാഭ്യാസ കാര്യത്തിൽ 90% വളരെ മുന്നിലായിരിക്കും. ഇനി വിദ്യാഭ്യാസം കുറവായാൽ പോലും സ്ഥിരമായ പരിശ്രമം കൊണ്ട് ഉന്നതിയിലെത്തുന്നവരായിരിക്കും. ഉഭയരാശി നക്ഷത്രമായതിനാൽ ഇവർക്ക് ഇരട്ട വ്യക്തിത്വമുണ്ടാകും. അല്പം അഹങ്കാരമുള്ളവരാണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല താനും. അതിഥി സൽക്കാരത്തിൽ ഇവർ തൽപരരും കുടുംബാംഗങ്ങളുടെ സുഖമാണ് തൻ്റെയും സുഖമെന്ന് ചിന്തിക്കുന്നവരും തെറ്റുപറ്റിയാൽ തിരുത്താൻ മടിയില്ലാത്തവരുമാണ്. വിവാഹ ജീവിതത്തിൽ ഇവർ അനുഗ്രഹീതരായിരിക്കും. നല്ല കളത്ര സന്താന സൗഭാഗ്യമുള്ളവരും നക്ഷത്രനാഥൻ ബുധനും രാശിനാഥൻ വ്യാഴവുമായതിനാൽ രേവതി നാളുകാർ നല്ല ബുദ്ധിയും സംസ്കാരമുള്ളവരും തികഞ്ഞ ധാർമ്മിക ബോധമുള്ളവരുമായിരിക്കും. ഇവർ ജനമധ്യത്തിൽ അറിയപ്പെടുന്നവരും ആദരിക്കപ്പെടുന്നവരുമായിരിക്കും. രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങളോടൊപ്പം തന്നെ ചില സവിശേഷ ഫലങ്ങൾ കൂടിയുണ്ട്. ഇവർ നല്ല സൗന്ദര്യബോധമുള്ളവരും സുശീലകളും ഈശ്വരഭക്തിയുള്ളവരും ഉയർന്ന വിദ്യായോഗ്യതയുള്ളവരുമായിരിക്കും. 48 വയസ്സുവരെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുയോജ്യമായ ഫലം കിട്ടിയെന്ന് വരില്ല. എന്നാൽ അതിനുശേഷം ഉയർന്ന സാമ്പത്തിക സ്ഥിതിയും ഉന്നതിയും പൊതുജീവിതത്തിൽ ഉയർച്ചയും കൈവരും. ജന്മദേശത്തുള്ള ജോലിയേക്കാൾ വിദേശത്തുള്ള ജോലിക്കായിരിക്കും കൂടുതൽ ഗുണകരം. കുടുംബജീവിതം ഇവരുടെ കയ്യിൽ ഭദ്രവും തൃപ്തികരമായിരിക്കും. ദാമ്പത്യ ജീവിതവും സന്താന സൗഭാഗ്യവും അനുഭവിക്കാൻ യോഗമുള്ളവരാണ്. കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും ഒരു പ്രസ്ഥാനത്തിലായാലും ഇവർ എല്ലാവരുടെയും സ്നേഹപാത്രമായിരിക്കും. ചിലവ് ചെയ്യുന്ന കാര്യത്തിൽ നിയന്ത്രണമില്ലാതിരിക്കുക, വേണ്ടുന്നതും വേണ്ടാത്തതുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ ക്ഷമയില്ലാതിരിക്കുക. എന്തു രഹസ്യമായാലും കുറച്ചുപേരോടെങ്കിലും ആശയവിനിമയം നടത്തിയാലേ ഇവർക്ക് മനസ്സംതൃപ്തി കൈവരൂ എന്നിങ്ങനെയുള്ള ന്യൂനത ഇവരിൽ കാണാൻ കഴിയും. ഭൂരിപക്ഷം രേവതി നക്ഷത്രക്കാരും ഉദരരോഗത്തിന് സാധ്യത കൂടുതലുള്ളവരായിരിക്കും.